കൂടാതെ നമ്മളൊന്ന് വരുന്ന IBPS ക്ലർക്ക് പ്രിലിംസിന് എക്സ്പെക്ട് ചെയ്യാൻ കുറച്ച് അരിത്മെറ്റിക് പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A train overtakes two men walking in the same direction at 4 meter per second and 6 meter per second in 72 seconds and 88 seconds respectively. What is the speed of the train? ഓക്കെ, ഒരു ട്രെയിൻ പോവാണ്. ഈ ട്രെയിനിൻ്റെ അതേ ഡയറക്ഷനിൽ രണ്ട് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അത് ആദ്യത്തെ ആളെ നമ്മുടെ ട്രെയിൻ 72 സെക്കൻഡ് കൊണ്ട് ഓവർടേക്ക് ചെയ്തു. രണ്ടാമത്തെ ആളെ 88 സെക്കൻഡ് കൊണ്ട് ഓവർടേക്ക് ചെയ്തു. ആദ്യത്തെ ആളുടെ സ്പീഡ് വന്നിട്ടുണ്ട് 4 മീറ്റർ പെർ സെക്കൻഡ്, രണ്ടാമത്തെ ആളുടെ സ്പീഡ് വന്നിട്ടുണ്ട് 6 മീറ്റർ പെർ സെക്കൻഡ്. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുക വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ, ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. നോക്കി, ഒരാളെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഒരു ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെന്ന് അറിയാമോ? ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. ഓക്കെ, ഇത് നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ആൾ ഓവർടേക്ക് ചെയ്യുമ്പോഴും രണ്ടാമത്തെ ആൾ ഓവർടേക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡ് റേഷ്യോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈം റേഷ്യോ കിട്ടും, അല്ലെങ്കിൽ ടൈം റേഷ്യോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് റേഷ്യോ കിട്ടും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, നമുക്കിവിടെ ട്രെയിനിൻ്റെ സ്പീഡില്ല, ആൾക്കാർ രണ്ടുപേരും സ്പീഡുണ്ട്. ആൾക്കാർ ട്രെയിനിൻ്റെ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്, ശരിയാണല്ലോ. അപ്പോൾ ട്രെയിനിൻ്റെ സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ ഈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ട്രെയിൻ രണ്ടുപേരും ഓവർടേക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡായിരിക്കും കൂടുതൽ, ശരിയാണല്ലോ. അപ്പോൾ ആദ്യത്തെ ആൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ സ്പീഡ് മൈനസ് ആളുടെ സ്പീഡ്. അതുപോലെ രണ്ടാമത്തെ ആൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ സ്പീഡ് മൈനസ് രണ്ടാമത്തെ ആളുടെ സ്പീഡ്. ഓക്കെ, ഇനി നമുക്ക് ടൈം റേഷ്യോ സ്പീഡ് റേഷ്യോ ഒക്കെ എഴുതാം. നോക്കി, ടൈം റേഷ്യോ എത്രയാണ്? ആദ്യത്തെ ആൾ ഓവർടേക്ക് ചെയ്യുന്നത് 72 സെക്കൻഡിൽ, രണ്ടാമത്തെ ആൾ ഓവർടേക്ക് ചെയ്യുന്നത് 88 സെക്കൻഡിൽ. അപ്പോൾ ടൈം റേഷ്യോ എഴുതുക 72/88. 8 വെച്ച് വിട്ടിക്കഴിഞ്ഞാൽ 9/11 വരും. ഓക്കെ, ഇതാണ് ടൈം റേഷ്യോ. ഇനി സ്പീഡ് റേഷ്യോ ഞാൻ പറഞ്ഞു, ടൈം റേഷ്യോ തിരിച്ചിടുമ്പോഴാണ് സ്പീഡ് റേഷ്യോ കിട്ടുന്നത്, അല്ലെങ്കിൽ സ്പീഡ് റേഷ്യോ തിരിച്ചിടുമ്പോഴാണ് ടൈം റേഷ്യോ കിട്ടുന്നത്. നോക്കി, ആദ്യത്തെ ആളുടെ ടൈം അല്ലേ ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഇത് താഴെ വരും T-4, മേളിൽ T-6. ഇത് സോൾവ് ചെയ്ത് T കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ നോക്കുക, ഇത് 9ഉം 11ഉം, ഇത് T-6ഉം ഇത് T-4ഉം. നോക്കി, T-6 ആണോ T-4 ആണോ വലുത്? T-4 അല്ലേ വലുത്. ഇവരുടെ വ്യത്യാസം എത്രയാണ്? T-4 T-6. T-4ൽ നിന്ന് ഒരു 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് T-6 കിട്ടും, ശരിയല്ലേ. അതുപോലെ തന്നെ 11ൽ നിന്ന് ഒരു 2 കുറച്ചാൽ 9 കിട്ടും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡാണ്, ഇനി ഒന്നും ചെയ്യാനില്ല. നോക്കി, ഇത് നേരെ ഇക്വേറ്റ് ചെയ്താൽ മതി. നോക്കുക, T-6 9 ആണെങ്കിൽ T എന്ന് പറയുന്നത് 15. ഇവിടെ T-4 11 ആണെങ്കിൽ T എന്ന് പറയുന്നത് 15. കണ്ടോ, ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരുന്നു. അതായത് T എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ്, അത് നമുക്ക് കിട്ടി. എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A man has 75 kg of rice, a part of which is sells at 10% profit and the rest at 5% loss. ഒരാളുടെ കയ്യിൽ 75 kg റൈസ് ഉണ്ട്, അതിനകത്ത് ഒരു ഭാഗം പുള്ളി 10% പ്രോഫിറ്റിന് വിറ്റു, മറ്റേ ഭാഗം 5% ലോസിന് വിറ്റു. മൊത്തത്തിൽ പുള്ളിക്ക് 7% പ്രോഫിറ്റാണ് ഉണ്ടായത്, ഗെയിൻ. വാട്ട് ഈസ് എ ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് 10% ഗെയിൻ ആൻഡ് 5% ലോസ്. ഈ രണ്ട് ഭാഗമായിട്ട് വിറ്റാതെ എത്ര kg വെച്ചാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് അലിഗേഷൻ ഇട്ട് ചെയ്യാം. ആദ്യത്തെ ഭാഗം 10% പ്രോഫിറ്റിന്, രണ്ടാമത്തെ ഭാഗം 5% ലോസിന്. സെയിലെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മൊത്തം 7% പ്രോഫിറ്റാണ് ഉണ്ടായത്, 7% പ്രോഫിറ്റ്. ഇനി നമുക്ക് ഈ രണ്ട് പാർട്ടായിട്ട് വിറ്റ് അതിൻ്റെ റേഷ്യോ നമുക്ക് ഈ അലിഗേഷൻ ചെയ്യുമ്പോൾ കിട്ടും. നോക്കി, ഇവിടെ 10 വലുത്, 7 അതിനേക്കാളും ചെറുത്, -5 അതിനേക്കാളും ചെറുത്, അല്ലെങ്കിൽ 10ൻ്റെയും -5ൻ്റെ ഇടയ്ക്കാണ് ഈ 7 കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഡിഫറൻസ് എടുക്കുക. 10ൽ നിന്ന് 7 കുറയ്ക്കുക, 10ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 3. ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, 7ൽ നിന്ന് -5 കുറയ്ക്കുക. 7ൽ നിന്ന് -5 കുറയ്ക്കാന്ന് പറഞ്ഞാൽ 7 - -5, അപ്പോൾ എത്ര ഇടും? 12 കിട്ടും. ഇനി റേഷ്യോ ആക്കിയോ, 3 വെച്ച് വിട്ട് കഴിഞ്ഞാൽ 4:1 വരും. ഇതാണ് ഇവർ തമ്മിലുള്ള റേഷ്യോ, അതായത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും തമ്മിലുള്ള റേഷ്യോ, ക്വാണ്ടിറ്റിയുടെ റേഷ്യോ. ടോട്ടൽ 75 kg അല്ലേ? ടോട്ടൽ 75 kg, 4 കൂട്ടിയാൽ 5, 75/5 ഇത് 15 കിട്ടും. അപ്പോൾ 15 4 60 kg ആദ്യത്തെ പാർട്ട്, 15ൻ്റെ 1 15 kg രണ്ടാമത്തെ പാർട്ട്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മിൽക്ക് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് ഇൻ എ കണ്ടെയ്നർ A as 5:1 ആൻഡ് കണ്ടെയ്നർ B as 2:1. ഓക്കെ, കണ്ടെയ്നർ എയും കണ്ടെയ്നർ ബി ഉണ്ട്, രണ്ടിലും മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും മിക്സ്ഡ് ഉള്ളത്. ആദ്യത്തേൽ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:1, രണ്ടാമത്തേൽ 2:1. For container C, if one takes equal quantities from A and B, find the ratio of milk to water in container C. അതായത് ഈ രണ്ട് കണ്ടെയ്നറിൽ നിന്നും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് മിക്സ് ചെയ്തു. അപ്പോൾ ഈ പുതിയ മിക്സ്ചറിനകത്ത് മിൽക്കിൻ്റെ വാട്ടറിൻ്റെയും റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, രണ്ടിൽ നിന്നും ഈക്വൽ ക്വാണ്ടിറ്റി അല്ലേ എടുക്കുന്നത്, അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ റേഷ്യോ അങ്ങ് ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇവിടെ 5 ഒന്ന് കൂട്ടിയാൽ 6, ഇവിടെ 2 ഒന്ന് കൂട്ടിയാൽ 3. ഈ സം അങ്ങ് സെയിം ആക്കിയാൽ മതി. ഓക്കെ, ഇത് 6ഉം 3ഉം അല്ലേ, ഈ 3 നമുക്ക് 6 ആക്കാനായിട്ട് ഈ റേഷ്യോ മൊത്തം 2 വെച്ച് ഗുണിച്ചാൽ പോരെ, അപ്പോൾ ഇത് 4:2 ആവും. ഓക്കെ, ഇനി ക്വാണ്ടിറ്റി എടുത്ത് മിക്സ് ചെയ്തോ. നോക്കി, ഇവിടെ മിൽക്ക് 5 ഉണ്ട്, ഇവിടെ മിൽക്ക് എത്രയുണ്ട്? 4 ഉണ്ട്. 5 4 കൂടെ കൂട്ടിയാൽ
9. ഇവിടെ വാട്ടർ 1 ഉണ്ട്, ഇവിടെ വാട്ടർ 2 ഉണ്ട്. 1 2 കൂട്ടിയാൽ 3. വെട്ടിക്കഴിഞ്ഞാൽ 3:1 എന്നിട്ട് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. In an election between two candidates, one got 52% of total valid votes, 25% of the total votes were declared invalid. The total number of votes was 8400. How many valid votes did the other candidate get? അപ്പോൾ ഒരു ഇലക്ഷൻ നടന്നു, ടോട്ടൽ വോട്ട് 8400 ആയിരുന്നു. അതിനകത്ത് 25% വോട്ട് ഇൻവാലിഡ് ആയിരുന്നു. 25% മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി 75% ഉണ്ട്, അതായത് 3/4. അതിനകത്ത് 52%, അതായത് വാലിഡിനകത്ത് 52% ഒരാൾക്ക് കിട്ടി. അതിന് മറ്റാൾക്ക് എന്തോരം കിട്ടുമെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, വാലിഡ് വോട്ട്സ് ഇത്രയാണ്, അതിനകത്ത് 52% ഒരാൾക്ക് കിട്ടി. ബാക്കി എത്രയുണ്ട്? മൊത്തം 100% അല്ലേ, അതിൻ്റെ 52% മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി 48%. അപ്പോൾ ഇതിൻ്റെ 48% കണ്ടുപിടിച്ചാൽ ആൻസർ ആവും. ഈ 48% 2 0, ഇവിടുത്തെ 2 0 പോവും, 4 ഇങ്ങോട്ട് കിട്ടിയാൽ 12. അപ്പോൾ ഇത് 36. 36ൻ്റെ 87 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇത് ചെയ്ത് എത്ര കിട്ടും? ചെയ്ത് നോക്കി. 84 36, 4 24 4, സിസ്റ്റം 2, 6 48, 4 12 കൂട്ടിയാൽ 50 60 62, സിസ്റ്റം 6, ഇങ്ങോട്ട് 24 6 30. 30 24 ആൻസർ, ഓപ്ഷനായി ഇത് കിടക്കുന്നത്. ഓക്കെ, അടുത്തത് 3 years hence the age of Anjali will be twice the age of Rahul. ഓക്കെ, 3 വർഷം കഴിയുമ്പോൾ അഞ്ജലിയുടെ ഏജ് രാഹുലിൻ്റെ ഏജിൻ്റെ ഇരട്ടിയാവും. ഇഫ് ദ പെർസെൻറ്റേജ് ഓഫ് രാഹുൽ ഇസ് 23, രാഹുലിൻ്റെ പെർസെൻറ്റേജ് 20 ആണെങ്കിൽ ഫൈൻഡ് ദ ആവറേജ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് അഞ്ജലി ആൻഡ് രാഹുൽ. അഞ്ജലിയുടെ രാഹുലിൻ്റെ പെർസെൻറ്റേജിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. നോക്കിയേ, രാഹുലിൻ്റെ പെർസെൻറ്റേജ് 20. 3 വർഷം കഴിയുമ്പോൾ രാഹുലിൻ്റെ ഏജ് 23 ആവും. അപ്പോൾ രാഹുലിൻ്റെ ഏജിൻ്റെ ടോയ്സ് ആണ് അഞ്ജലിയുടെ ഏജ്. അപ്പോൾ അഞ്ജലിയുടെ ഏജ് എത്രയായിരിക്കും? 46. ഓക്കെ, ഇനി ഇവരുടെ പെർസെൻറ്റേജിൻ്റെ ആവറേജ് എടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, രാഹുലിൻ്റെ പെർസെൻറ്റേജ് 20, അപ്പോൾ അഞ്ജലിയുടെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? 43 ആയിരിക്കും. ഇതിൻ്റെ ആവറേജ് എടുത്ത് എത്ര കിട്ടും? 40 20 63. 63ൻ്റെ പകുതി. 63ൻ്റെ പകുതി എടുത്താൽ എന്തായാലും ഡെസിമൽ വരും. അപ്പോൾ നൺ ഓഫ് ദീസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ റീറ്റെയിലർ സോൾഡ് 6 pence അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20% ആൻഡ് 4 pence അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 10%. ഓക്കെ, ഒരു റീറ്റെയിലർ 6 പേന 20% പ്രോഫിറ്റിന് വിറ്റു, 4 പേന 10% പ്രോഫിറ്റിന് വിറ്റു. ഓക്കെ, ഇഫ് ഹി സോൾഡ് ഓൾ ദ 10 pence അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 15%, ദെൻ ഹിസ് പ്രോഫിറ്റ് വുഡ് ഹാവ് ബീൻ റിഡ്യൂസ്ഡ് ബൈ R72. ഓക്കെ, പുള്ളി 10 പേനയും 15% പ്രോഫിറ്റിന് വിറ്റിരുന്നെങ്കിൽ പുള്ളിയുടെ പ്രോഫിറ്റ് 72 രൂപ കുറഞ്ഞേനെ. വാട്ട് ഇസ് കോസ്റ്റ് പ്രൈസ് ഓഫ് ഈച്ച് പെൻ? ഒരു പേനയുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് എപ്പോഴും കോസ്റ്റിൻ്റെ പെർസെൻറ്റേജിലാണ് പറയുന്നത്, ശരിയല്ലേ? ഇനി നോക്കുക, 6 പേന 20% പ്രോഫിറ്റിന് കിട്ടും. 20% എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ 20%, അതായത് 6 പേനയുടെ കോസ്റ്റ് പ്രൈസിൻ്റെ 20% പ്രോഫിറ്റായിട്ട് പുള്ളിക്ക് കിട്ടി. പിന്നെ ഒരു 4 പേന 10% പ്രോഫിറ്റിന് കിട്ടി. 10% എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ 10%, അതായത് 4 പേനയുടെ കോസ്റ്റ് പ്രൈസ്. 4 പേനയുടെ കോസ്റ്റ് പ്രൈസിന് ഞാൻ പി എന്നാട്ടോ എടുക്കുന്നത്. ഓക്കെ, അതാണ് പി എന്ന് എഴുതിയിരിക്കുന്നത്. 4 പേനയുടെ കോസ്റ്റ് പ്രൈസ് എത്ര ശതമാനത്തിനാണ്? 10%. ഓക്കെ, ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇപ്പോൾ 10 പേന ഉണ്ടല്ലോ, 6 4 10. പുള്ളി 10 പേന 15% പ്രോഫിറ്റിന് വിറ്റിരുന്നെങ്കിൽ പുള്ളി പ്രോഫിറ്റ് 72 രൂപ കുറയുവാനെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും? 6 പേനേൻ്റെ 20 ഇതാ 120% പീന്ന് കിട്ടും. 4 പേനേൻ്റെ 10 ചെയ്ത് കഴിഞ്ഞാൽ 40% പീന്ന് കിട്ടും. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 160% ഓഫ് പീന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കിയേ, 10 പേന 15% പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? കോസ്റ്റ് പ്രൈസിൻ്റെ 15% അല്ലേ? അപ്പോൾ 10 ഇൻറ്റു പി ഇൻറ്റു 15%, അതായത് 150% പി എന്ന് കിട്ടും. ഓക്കെ, ഈ പി എന്ന് പറയുന്നതല്ലേ നമ്മുടെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നോക്കി, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ഈ തന്നേക്കുന്ന 72. 160%, 150%, ഡിഫറൻസ് 10% അല്ലേ? അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ 10% 72 ആണ്. അപ്പോൾ 100% ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 720. ഓക്കെ, ഇത് കിടക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. പൈപ്പ് എ ക്യാൻ ഫിൽ ആൻ എംപ്റ്റി ടാങ്ക് ഇൻ 45 minutes ആൻഡ് പൈപ്പ് ബി ക്യാൻ എംപ്റ്റി ദ ഫിൽഡ് ടാങ്ക് ഇൻ 1 hour. Okay, if both pipes are opened alternatively for 1 minute starting with pipe A, then how much time will the tank be completely filled? Okay, പൈപ്പ് എക്ക് 45 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും. പൈപ്പ് ബിക്ക് 1 മണിക്കൂർ കൊണ്ട് ടാങ്ക് എംപ്റ്റി ആക്കാൻ പറ്റും. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ്. ഇഫ് ബോത്ത് പൈപ്സ് ആർ ഓൾട്ടർനേറ്റീവ്ലി ഫോർ 1 മിനിറ്റ്. ഓക്കെ, ഈ 2 പൈപ്പ് ഓരോ മിനിറ്റ് ഇടവിട്ട് തുറന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് ടാങ്ക് കംപ്ലീറ്റ് ഫില്ലാവുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2 വരെ ടൈമുണ്ട്. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ LCM എടുത്ത് നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും, ശരിയാണല്ലോ? അല്ലെങ്കിൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി കിട്ടും. ഈ 45 എന്ന് പറയുന്നത് 15 × 3, 60 എന്ന് പറയുന്നത് 15 × 4. അപ്പോൾ LCM എന്ന് പറയുന്നത് 15 × 4 × 3 ആയിരിക്കും. ഓക്കെ, 15 × 4 ഇതാ 60, 60 × 3 ഇതാ 180 കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കി,
എ 45 മിനിറ്റ് കൊണ്ട് 150 യൂണിറ്റ് ഫില്ല് ചെയ്യും. അപ്പോൾ എ 1 മിനിറ്റ് കൊണ്ട് എത്ര യൂണിറ്റ് ഫില്ല് ചെയ്യും? ഓക്കെ, 45 150 ആയിട്ട് എത്ര വെച്ചാൽ വിളിക്കണ്ടേ? 45 ഇൻറ്റു 2 ഇത് 90, 90 ഇൻറ്റു 2 150 അല്ലേ? അപ്പോൾ ഇവിടെ 4 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 3 വരും. അതായത് എ 1 മിനിറ്റിൽ 4 യൂണിറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ബി 1 മിനിറ്റിൽ 3 യൂണിറ്റ് എം ടി ആകും. ഓക്കെ, നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഓരോ മിനിറ്റ് 2 ഇടവിട്ട് എയിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഓരോ മിനിറ്റ് ഇടവിട്ടാണ് ഈ ടാപ്പുകൾ തുറക്കുന്നത്. അപ്പോൾ എത്ര ഇടവിട്ട് ടാങ്ക് ഫില്ല് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മിനിറ്റിൽ പൈപ്പ് എ 4 യൂണിറ്റ് ഫില്ല് ചെയ്യും, സെക്കൻഡ് മിനിറ്റിൽ പൈപ്പ് ബി 3 യൂണിറ്റ് എം ടി ആകും. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ 1 യൂണിറ്റേ ഫില്ലാകത്തുള്ളൂ. ശരിയല്ലേ? 4 ഫില്ലായി, 3 അതിനകത്ത് എം ടി ആയി. അപ്പോൾ 2 മിനിറ്റിൽ 1 ഫില്ലാകത്തുള്ളൂ. അപ്പോൾ അത് 180 ഫില്ലാവണ്ടേ? അപ്പോൾ 1 ഇൻറ്റു 180 ഇവിടെ ഇൻറ്റു 180 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 150 യൂണിറ്റ് കിട്ടും, ഇവിടെ 360 കിട്ടും. പക്ഷേ 360 മിനിറ്റ് എടുത്ത് നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, കാരണം എന്താണെന്ന് അറിയാമോ? 360 മിനിറ്റ് ആവുന്നതിന് മുമ്പേ ടാങ്ക് ഫില്ലാവുന്നുണ്ട്. ഓക്കെ, കാണിച്ചു തരാം. ഈ 180 യൂണിറ്റ് ഫില്ലാവുന്ന ലാസ്റ്റ് മിനിറ്റിലെ ആ ലാസ്റ്റ് മിനിറ്റിൽ ഫില്ലിംഗ് പൈപ്പായിരിക്കും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, 180 ഫില്ലാവുന്ന ആ മിനിറ്റിൽ, ആ ലാസ്റ്റ് മിനിറ്റിൽ ഏത് പൈപ്പാണ്? ഫസ്റ്റ് പൈപ്പ്. ഓക്കെ, അതായത് ഫില്ലിംഗ് പൈപ്പാണ് വരിക. അപ്പോൾ ഈ ലാസ്റ്റ് സെക്കൻഡ് ഫില്ലിംഗ് നടക്കുന്നതിന് മുമ്പ് ടാങ്കിൽ മൊത്തം എത്ര ഫില്ലായിരുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ 180 നിന്ന് ഈ 4 കുറയ്ക്കുക. അപ്പോൾ 176 കിട്ടും. ഓക്കെ, ഈ 1 176 യൂണിറ്റ് ആവണം. അപ്പോൾ ഇവിടെ ഇന്ന് 176 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 176 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 340 12 352 മിനിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കി 352ാമത്തെ മിനിറ്റിൽ നമ്മുടെ ടാങ്കിൽ 176 യൂണിറ്റ് ഫില്ലായി. ഇനി നോക്കുക, നെക്സ്റ്റ് മിനിറ്റിൽ 4 യൂണിറ്റും കൂടെ ഫില്ലായി, അത് 180 ആവും. അപ്പോൾ 1 മിനിറ്റും കൂടെ പോരെ, 353 മിനിറ്റ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഹാരീസ് എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ് ആർ ഇൻ ദ റേഷ്യോ 9:7. ഓക്കെ, ഹാരിയുടെ എക്സ്പെൻഡിച്ചറിൻ്റെ സേവിങ്ങിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 9:7. ഇഫ് ഹിസ് ഇൻകം ഇൻക്രീസ് ബൈ 15% ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ബൈ 22%, ദെൻ ബൈ ഹൗ മച്ച് പെർസെൻറ്റ് ഡസ് ഹിസ് സേവിങ്സ് ഇൻക്രീസ്? ഓക്കെ, പുള്ളിയുടെ ഇൻകം 15% കൂടുന്നു, അതിൽ എക്സ്പെൻഡിച്ചർ 22% കൂടുന്നു. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എത്ര ശതമാനം കൂടുന്നു ചോദിച്ചിരിക്കുന്നത്? നോക്കുക, നമ്മുടെ ഈ ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ്. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോൾ സേവിങ്സ് കിട്ടും, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സേവിങ് കൂടെ കൂട്ടുമ്പോൾ ഇൻകം കിട്ടും. അപ്പോൾ നോക്കുക, എക്സ്പെൻഡിച്ചറിൻ്റെ സേവിങ്ങിൻ്റെ റേഷ്യോ ഉണ്ട് 9:7. എക്സ്പെൻഡിച്ചർ 9, സേവിങ്സ് 7. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടുക, അപ്പോൾ 16 കിട്ടും. ഇനി ഇൻകം 15% കൂട്ടണം. ഓക്കെ, ഇതിൻ്റെ പേഴ്സൻറ്റേജ് എടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നമുക്കതിനെ 2 സീറോയും കൂടി ഇടാം. ഇൻകം 15% കൂടും. ഓക്കെ, ഇൻകം 15% കൂടും. 1600ൻ്റെ 15% ഇതിനോട് കൂട്ടണം. 1600ൻ്റെ 10% എന്ന് പറയുന്നത് 160. അപ്പോൾ 5% എന്ന് പറയുന്നത് 160 പകുതി 80, രണ്ടും കൂടെ കൂട്ടിയാൽ 240 കിട്ടും. ഇതിനോട് 240 കൂട്ടിയാൽ ഇത് 1840 ആകും. ഓക്കെ, ഇനി എക്സ്പെൻഡിച്ചർ 22% കൂടും. 900-നോട് അതിൻ്റെ 22% കൂട്ടുക. 900ൻ്റെ 10% എന്ന് പറയുന്നത് 1% എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 22% എന്ന് പറഞ്ഞാൽ 9×22. അപ്പോൾ എത്ര ഇടും? 180ഉം 18ഉം 198 കിട്ടും. ഇതിനോട് 198 കൂട്ടിക്കഴിഞ്ഞാൽ ഇത് 1098 ആവും. ഓക്കെ, ഇനി നമുക്ക് സേവിങ്സ് കണ്ടുപിടിക്കാം. നോക്കി, ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറച്ചാൽ പോരെ. അപ്പോൾ എത്ര കിട്ടും? 1098ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 1100 ആവും. 1100ൻ്റെ കൂടെ 40 കൂട്ടിയത് 1140 ആവും. ഓക്കെ, പിന്നെ ഒരു 700 കൂടെ പോരെ. അപ്പോൾ നോക്കുക, 700 ആയിരുന്ന സേവിങ്സ് ഇപ്പോൾ 742 ആയി. എത്ര കൂടി? 42 കൂടി. ആദ്യം എത്ര ഉണ്ടായിരുന്നു? 700 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും. ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. ഓക്കെ, 6% ആയിരുന്നു നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ 4 years, the simple interest obtained on Rs 8250 at the rate of x plus 4% per annum is Rs 1320 more than simple interest obtained at the rate of 8% per annum. ഓക്കെ, അതായത് 2 സിമ്പിൾ ഇൻട്രസ്റ്റ് സ്കീമുണ്ട്. ഫസ്റ്റ് സ്കീമിൻ്റെ റേറ്റ് എക്സ് പ്ലസ് 4%, രണ്ടാമത്തെ സ്കീമിൻ്റെ റേറ്റ് 8%. രണ്ടിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സും പ്രിൻസിപ്പലും സെയിം ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് സ്കീം രണ്ടാമത്തെ സ്കീമിനേക്കാളും 1320 രൂപ കൂടുതൽ ഇൻട്രസ്റ്റ് വരും. അതിനാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. ഓക്കെ, ഇത് നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് ഈക്വൽ ടു 1320 എടുക്കുക. ഈ ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് എങ്ങനെ എടുക്കും? ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഇൻറ്റു എൻ ഇൻറ്റു R/100 ആണ്. ഓക്കെ, ഇവിടെ പി എന്നും സെയിം ആണ്. അപ്പോൾ ഈ റേറ്റിൻ്റെ ഡിഫറൻസ് ഇതിൻ്റെ രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ എത്രയാണ്? 8250. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 4. ഇതിൻ്റെ റേറ്റിൻ്റെ വ്യത്യാസം, ഈ എക്സ് പ്ലസ് 4 ആണോ 8 ആണോ വലുത്? ഫസ്റ്റ് സ്കീമിൽ ഇടുമ്പോഴല്ല ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 4 ആണ് വലുത്. അപ്പോൾ എക്സ് പ്ലസ് 4 8 കുറയ്ക്കുക. എക്സ് പ്ലസ് 4 8 കുറച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് 4 എന്ന് കിട്ടും. ഓക്കെ, എക്സ് മൈനസ് 4%. ആ പെർസെൻറ്റേജിൻ്റെ ബൈ 100 താഴെ ഇടുക.
ഈക്വൽ ടു 1320. ഇത് സോൾവ് ചെയ്താൽ മതി. ഈ 4 താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ 25 വരും. 25 മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 3 25 75, 75ഉം 7ഉം 82, പിന്നെ ഒരു 330, 1320. ഇത് 12 ഇൻറ്റു 11 ആണ്. ഓക്കെ, പിന്നെ ഒരു 0യും കൂടെ. ഈ 0യും പോകും. 11 ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 3 എന്ന് വരും. 3 അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 4 എന്ന് വരും. അപ്പോൾ x - 4 = 4 എന്ന് വരും. അപ്പോൾ x = 8 എന്ന് പറയുന്ന ആൻസർ. ക്ലിയർ ആയോ? 8 men and 6 women can complete a work in 16 days. ഓക്കെ, 8 മെന്നും 6 women നിന്നാൽ 16 ദിവസം കൊണ്ട് വർക്ക് തീരും. 10 men can complete the same work in 32 days. ഓക്കെ, 10 മെന്നും 32 ദിവസം നിന്നാൽ വർക്ക് തീരും. ഹൗ മെനി ഡേയ്സ് 10 women can complete the work? ഓക്കെ, 10 men 32 ദിവസം നിന്ന് കഴിഞ്ഞാൽ പണി തീരും. അതിനാണെങ്കിൽ 10 women എത്ര ദിവസം നിന്നാൽ വർക്ക് തീരുമെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഇവിടെ ഈ 2 പേരുടെ നമ്പർ സെയിം അല്ലേ? അപ്പം മെന്നിൻ്റെ വുമൻ്റെ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കുക, 8 മെന്നും 6 വുമണും 16 ദിവസം നിന്നാൽ വർക്ക് തീരും. അപ്പോൾ നോക്കിയേ, 8 മെന്നും 6 വുമണും. ഇത് മെന്നിൻ്റെ എഫിഷ്യൻസി, ഇത് വുമൻ്റെ എഫിഷ്യൻസി. ഇവർ 16 ദിവസം നിന്ന് കഴിഞ്ഞാൽ വർക്ക് തീരും. ഈ സെയിം വർക്കല്ലേ 10 മെൻ 32 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ 10 മെൻ 32, 16 ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ 2. അപ്പോൾ ഇവിടെ 20 മെന്നെന്ന് വരും. 8 മെൻ അങ്ങോട്ട് വിടുക, അപ്പോൾ ഇത് 12 മെന്നാവും. അപ്പോൾ 6 വുമൺ ഈക്വൽ ടു 12 മെൻ. അതായത് മെൻ ബൈ വുമൺ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. ഓക്കെ, അതായത് മെൻ്റെ ഇരട്ടി എഫിഷ്യൻസി ഉണ്ട് വുമണിന്. ഓക്കെ, അപ്പോൾ നോക്കുക, 10 മെന്നിന് 32 ദിവസം വേണം. അതിനാണെങ്കിൽ 10 വുമണിന് എത്ര ദിവസം വേണം? മെന്നിൻ്റെ ഇരട്ടി എഫിഷ്യൻസി അല്ലേ വുമണിന്. അപ്പോൾ മെന്നെടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം അതിൽ വുമണിന് ചെയ്യാനായിട്ട്. അപ്പോൾ 16 ഡേയ്സ്. ക്ലിയർ ആയോ? അല്ല, ഇങ്ങനെ ചിന്തിക്കാം, ഇതിപ്പോൾ എഫിഷ്യൻസി റേഷ്യോ അല്ലേ? എഫിഷ്യൻസി റേഷ്യോ ഇതാണെങ്കിൽ ടൈം റേഷ്യോ എന്ന് പറയുന്നത് തിരിച്ചിടുന്നതായിരിക്കും. മെൻ ബൈ വുമൺ 2/1. മെൻ്റെ ടൈം, അത് 10 മെൻ്റെ ടൈം തന്നിട്ട് 32. അപ്പോൾ 2 എന്ന് പറയുന്നത് 32, അപ്പോൾ 1 എന്ന് പറയുന്നത് 16. ക്ലിയർ ആയോ? നമുക്കിത് മറ്റൊരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് നോക്കാം. നോക്കുക, 10 മെന്നിന് 32 ദിവസമാണ് വർക്ക് തീരാനായിട്ട്. അതിനാണെങ്കിൽ 8 മെന്നിന് എത്ര ദിവസം വേണം വർക്ക് തീരാനായിട്ട്? 10 മെന്നിന് 32 ദിവസം വേണമെങ്കിൽ 1 മെന്നിന് 320 ദിവസം വേണം. അതിനാണെങ്കിൽ 8 മെന്നിന് ബൈ 8 ചെയ്യുക, അപ്പോൾ 40 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കുക, 8 മെന്നിന് 6 വുമണിനും 16 ദിവസം വേണം. 8 മെന്നിന് 40 ദിവസം വേണം. ഓക്കെ, ഇത് ഇവരുടെ ടൈം അല്ലേ? ഇതിൻ്റെ LCM എടുത്താൽ ടോട്ടൽ വർക്ക് കിട്ടത്തില്ലേ? 40ന് 16ൻ്റെ LCM എന്ന് പറയുന്നത് നോക്കുക, 16 × 5 ചെയ്താൽ 50 30 80 എന്ന് കിട്ടും. അപ്പോൾ 80 ആണ്. അപ്പോൾ നോക്കി, 8 മെൻ 40 ദിവസം കൊണ്ട് 80 യൂണിറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം 2 യൂണിറ്റ് വർക്ക്. ഇവരോ നോക്കി, 16 ദിവസം കൊണ്ട് 80 യൂണിറ്റ്, അപ്പോൾ ഒരു ദിവസം 5 യൂണിറ്റ്. അപ്പോൾ നോക്കുക, 8 മെൻ ഒരു ദിവസം 2 യൂണിറ്റ് വർക്ക് ചെയ്യും. 8 മെന്നും 6 വുമണും 5 യൂണിറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ 6 വുമൺ മാത്രം ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? ഇതിൻ്റെ കുറച്ചാൽ പോരെ, 3 കിട്ടും. ഓക്കെ, 6 വുമണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3. ഓക്കെ, ചോദിച്ചേക്കുന്നത് 10 വുമൺ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരുന്നല്ലേ? 6 വുമണിൻ്റെ എഫിഷ്യൻസി 3 ആണെങ്കിൽ 1 വുമണിൻ്റെ എഫിഷ്യൻസി പറയുന്നത് 3/6, അതായത് പകുതി 1/2. അപ്പോൾ 10 വുമണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 വുമണിൻ്റെ എഫിഷ്യൻസി 1/2 × 10, അതായത് 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കി, ടോട്ടൽ വർക്ക് 80, 6 വുമണിൻ്റെ എഫിഷ്യൻസി 5. അപ്പോൾ ഇവർ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരുന്നത് കിട്ടാനായിട്ട് 80/5 ചെയ്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടും? 16 ഡേയ്സ് കിട്ടും നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ കൂട്ടുകാർ, നമ്മൾ ഇന്ന് ചെയ്ത് 10 ക്വസ്റ്റ്യൻസും നമുക്കൊരു ക്ലറിക്കൽ പ്രിലിംസിന് എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ യൂസ് ചെയ്ത അപ്രോച്ചുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം.